ഉണ്ടായതുകൊണ്ട് പറയാ, നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധത എന്ന കാരണം വലിയ വലിയ നഷ്ടങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നത്. ചിലപ്പോ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഒരു ഒലുണ്ടാക്കിയിട്ടുണ്ടാവും. ആ ഒലു പലപ്പോഴും അശ്രദ്ധത കാരണം ആ ഒലു മുറിഞ്ഞു പോകുന്ന സാഹചര്യം കാണാം. ഇന്ന് രാവിലെ മൗലിദിന്റെ മുമ്പ് ആ വിഷയം ഒന്ന് ഉണർത്തിയപ്പോ ഒരുപാട് ചെറുപ്പക്കാര് ഇൻഷാ അള്ളയും എസ്സും മതിക്കയുണ്ടായി. ഇൻഷാ അള്ള ഇനി പരമാവധി രണ്ടാമത്തെ ഒലു ഉണ്ടാക്കിയില്ലെങ്കിലും ഉണ്ടാക്കിയ ഒലു പരമാവധി മുറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അയച്ചിട്ട് മൂത്രമൊഴിച്ചാൽ മൂത്രമൊഴിക്കണ്ടാനോ അല്ലെങ്കിൽ കാശിക്കാൻ ആവശ്യമായാൽ അതൊന്നും ചെയ്യണ്ടാന്നല്ല, വെറും ഒരു അശ്രദ്ധത കാരണം അത് മുറിഞ്ഞു പോവുക വലിയ മഹത്താണ്. ഇൻഷാ അള്ളാ സമയത്തിനനുസരിച്ച് ഒളുഇന്റെ ഭാഗമാണ്. ഒളു സ്ഥിരമാക്കിയാലും അതുപോലെ തന്നെ ഒളുഇന്റെ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തിയാലൊക്കെല്ല ഒരുപാട് ഗുണങ്ങളും ഒരുപാട് ഉപകാരങ്ങളും വളരെ നിസ്സാരമായ അമലുകളെ കൊണ്ട് സ്വർഗത്തിൽ എവിടെങ്കിലും ഒരു ഇടം നമുക്ക് കിട്ടും. സ്വർഗത്തിൽ ഇപ്പൊ നമ്മൾ ജന്നാത്തുൽ ഫിർദൗസൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഓട്ടോറിക്ഷ തന്നെ പോവാൻ കാശില്ലാത്ത ഞാനും ആഗ്രഹിക്കുന്നത് ഇന്നോവ കാർ തന്നെയാണ്. അതൊരു മനുഷ്യന്റെ ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഏറ്റവും മുന്തിയത് ആഗ്രഹിക്കുക അതൊരു മനുഷ്യന്റെ അവസ്ഥയാണ്. പക്ഷെ നമ്മള് ഒരു സ്വർഗത്തില് മുമ്പ് ഉസ്താദ് വയല് പറഞ്ഞപ്പോ മണ്ണാർക്കാത്തൊരു ഹംസാക്ക പറഞ്ഞു, ഉസ്താദെ ആ പാലും കള്ളൊന്നും വേണ്ട, സ്വർഗത്തിന് ഒരു ഗ്ലാസ് കഞ്ഞേളം കിട്ടിയാൽ മതി. സ്വർഗത്തിലങ്ങനെ പോയതിയും സ്വർഗത്തിലെ പാലിന്റെയും സ്വർഗത്തിലെ കള്ളിന്റെ ഒക്കെ മഹത്വം ഇങ്ങനെ വിശദീകരിച്ച് മൊയ്ലിയൊരു വയലാന്നപ്പോ മണ്ണാർക്കാത്ത ഹംസാക്കാണ് സ്വർഗത്തിന് ഒരു ഗ്ലാസ് കഞ്ഞേളം കിട്ടിയാൽ മതി ഉസ്താദെ ആണ്. അപ്പൊ നമുക്ക് സ്വർഗത്തിൽ നിന്ന് ജന്നാത്തുൽ ഫിർദൗസ് ഒന്നും കിട്ടിയില്ലാണെന്ന് വെക്കുക. അള്ളാഹു നമുക്ക് ഹബീബിന്റെ ചാരത്തായി സ്വർഗീയ ലോകത്ത് ആനന്ദിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. സ്വർഗത്തിൽ എവിടെയെങ്കിലും ഒരു ഇടം ആ നരകത്തിൽ കഴിച്ചിലാവാത്തൊരവസ്ഥയിലേക്കെങ്കിലുള്ള അമലുകൾ നമ്മൾ ചെയ്യണ്ടേ. അതിനിപ്പോ നമ്മളെ കൊണ്ട് കുറെ സുന്നത്ത് നിസ്കരിക്കാനും തഹജ്ജുദ് നിസ്കരിക്കാനൊന്നും സാധിച്ചോളം എന്നില്ല. ചെയ്യുന്ന അമലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏതായാലും ഞാൻ ഒലുണ്ടാക്കണം, ആ ഒലുണ്ടാക്കുമ്പോ ഇന്ന കാര്യം കൂടി ഞാൻ ശ്രദ്ധിക്കട്ടെ, അതിന്റെ ഒരു കൂലി എനിക്ക് കിട്ടുമല്ലോ. ആ ഒരു ശ്രദ്ധ ഉണ്ടായാൽ തന്നെ അല്ലാഹു തആല നമ്മുടെ ആ കൽബിന്റെ ആ ഒരു ശുദ്ധീകരണം കാരണം എന്റെ അടിമനെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. മഈഷത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവനാണ്. ആ മഈഷത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതിന്റെ ഇടയിൽ രാത്രി 2 മണി വരെ 3 മണി വരെ ബക്കാലയിൽ നിന്ന് കഫ്റ്റീരിയയിൽ നിന്ന് റൂമിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കി വസ്ത്രം അലക്കി പിറ്റേ ദിവസം ജോലിക്ക് പോവാനുള്ള വസ്ത്രം ഇസ്തിരി ചെയ്ത് കിടന്നുറങ്ങി ഇനി സുബൈയുടെ മുന്നേ എഴുന്നേറ്റ് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ ഓനെ കൊണ്ട് ആവാനിട്ടാണ് ഓൻ നിസ്കരിക്കാത്തത്. പക്ഷെ എന്നാലും ഓന് ഒലുണ്ടാക്കുമ്പോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. നമ്മുടെ കൽബിനനുസരിച്ചിട്ടാണ് അള്ളാഹു തആലാന്റെ കാര്യങ്ങളൊക്കെ. നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടും അതിനൊരു വിലയും കൽപ്പിക്കുന്നില്ലേ. അപ്പൊ അള്ളാഹു തആലാന്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു വില ഉണ്ടാവൂല. അള്ളാഹു ചെയ്യുന്ന അമല് മഖബൂലായ രൂപത്തില് അതൊരു പ്രതിഫലം കിട്ടുന്ന രൂപത്തില് സഹീഹായ രൂപത്തിൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ പ്രശ്നം ഒരുപാട് നിസ്കാരങ്ങൾ കളാ വീട്ടാണ്ട് എന്താ ചെയ്യാനാണ്. ഇതെല്ലതും പാടപ്പൊ കളാ വീട്ടിയിട്ടൊരു ഉമ്മക്ക് പോവാൻ നിന്നാ തൽക്കാലപ്പത് നടക്കൂല. അല്ലെങ്കിൽ ഇത് മുഴുവൻ കളാ വീട്ടാൻ നിന്നിട്ടൊരു ഹജ്ജിന് പോവാൻ മെനക്കെട്ടാൽ നടക്കൂല. അല്ലെങ്കിൽ ഇതെല്ലാം കളാ വീട്ടിയിട്ട് ഒരു തൗബ ചെയ്യാൻ ഒരുങ്ങാൻ നിന്നാൽ അതിന് അത്ര കാലം. കാരണം 25 കൊല്ലം 30 കൊല്ലൊക്കെ നിസ്കരിക്കാത്ത മനുഷ്യന്മാരുണ്ട്. ഇപ്പൊ നമ്മളെ ക്ലാസ് റൂമിൽ തന്നെ പലപ്പോഴും പല സാധാരണക്കാരും വിളിക്കും, സാറേ 40-45 വയസ്സായി, ഇതുവരെ ഒന്നും അങ്ങനെ നോമ്പിൽ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ നിസ്കാരത്തിലൊന്നും ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അൽഹംദുലില്ലാ നിസ്കാരം നോമ്പൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒക്കെ ഒന്ന് കളാ വീട്ടി മരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവാൻ ദ്വാരിക്കണം എന്ന് പറഞ്ഞ ഒരുപാട് സാധാരണക്കാർ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ നാദം ശൈലിയിലേക്ക് തന്നെ കടന്നത്. നമ്മളിങ്ങനെ കുറെ സാഹിത്യത്തിലൊന്നും പറഞ്ഞാൽ അവരുടെ കൽബിൽ അത് കേറിക്കോളണമെന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാ സാധാരണക്കാരോടും പ്രത്യേകിച്ച് ഫിഖ്ഹിയായ മസ്അലകളൊക്കെ പറയുമ്പോ ഞാൻ മിഞ്ഞാനൊരു കാര്യം ഉണർത്തിയില്ലല്ലേ, പലവരും വിളിച്ചാലോ അത് അതിന്റെ ഒരു റെക്കോർഡ് വാട്സാപ്പ് പൊതു ഗ്രൂപ്പിലാലൊത്ത് പലവരും കേട്ടിട്ട്
അതായത് നിത്യാശുദ്ധിക്കാലത്തികളാവുന്ന സ്ത്രീകൾ ഒളു ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട ഷർത്തുകൾ പലവരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എല്ലാം ഒളു ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. ഫിഖ്ഹിയായ മസ്അല പറഞ്ഞാൽ ഒരു നിസ്കാരം ബാത്തിലാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധ. പക്ഷെ എന്നോടൊന്ന് കുറച്ചാളുകൾ വിളിച്ചിട്ട് പറഞ്ഞത് എന്താണോ, ഉസ്താദെ ഇമ്മാതിരി മസ്അല കാരണം ഒരു വക്കത്താണ് ഖളാ എന്താണ് ബാത്തിലേക്കുന്നതിന് സ്ഥിരപ്പത അത് ഖളാ വീട്ടിയാൽ മതിയാണ്. പലപ്പോഴും ചിലപ്പോൾ 2 കൊല്ലത്തിൽ 3 കൊല്ലത്തേക്ക് നിസ്കാരം ഖളാ വീട്ടാണ്ടാവുന്നു. ഓരോ രോഗം കാരണേ. ചിലപ്പോ നമ്മള് മസ്അല അറിയാതെ ചില മസ്അലകൾ അവിധത്തന്നുണ്ട്, സാന്ദർഭികമായി അതൊക്കെ മനസ്സിലാക്കുന്ന നല്ലതാണ്. ചിലപ്പം പ്രബലമായ അഭിപ്രായ പ്രകാരം നിസ്കാരം ഖളാ വീട്ടേണ്ട നിസ്കാരമായിരിക്കും. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു 2ാം കൗലും 3ാം കൗലൊക്കെ ഉണ്ടാവും. അതെങ്കിലും പിടിച്ച് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്താക്കുക. അതില്ലാത്ത കോലാണ് പഴയ സാധാരണക്കാർ. ചിലപ്പോ ഉണ്ടാവില്ല ചില മസ്അലൊക്കെ നമ്മള് ചില സാധാരണക്കാര് വളരെ വിഷമം സഹിച്ച് ചിലപ്പോ ഇനിയിപ്പോ അംഗീകരിക്കാവുന്ന ഒരു കൗല് അവിടെ ഉണ്ട്, ഇനി അന്നെ കൊണ്ട് വയ്യെങ്കിൽ വയ്യ, ഞാൻ ആ കൗലത് പിടിച്ചും കൊണ്ട് തൽക്കാലം ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ ഖളാ ആവാത്തൊരു മാർഗം നോക്കിക്കാല അങ്ങനെ ഉണ്ടാവും ചിലപ്പം. അത് അങ്ങനെ പബ്ലിക്കിൽ നമുക്ക് പൊതുവിൽ പറയാൻ പറ്റൂല. ചിലപ്പോ നമ്മൾ കുടുങ്ങിയ കല്ലിക്ക് യാതൊരു രക്ഷയില്ലാത്തൊക്കെ അവസ്ഥ വരുമ്പോ അങ്ങനെ ചില കാര്യങ്ങൾ ചിലപ്പോ നമ്മൾ പതുക്കെ പറയേണ്ട ചില മസലകൾ ഉണ്ടാവും. ഞാനൊരു ചെയ്ത മസല മാറ്റി പറയില്ലട്ടോ. ചിലപ്പോ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഒരു 75 വയസ്സായ ഒരു വ്യക്തിയാണ് നിങ്ങൾ കൂട്ടിക്കോളി. ഒരു 75-80 വയസ്സ്. ആ വ്യക്തിക്ക് മൂത്രത്തിന് ട്യൂബ് ഇട്ടിക്കുകയാണ്. 2 കൊല്ലാണ് ട്യൂബ് തേണ്ടി വന്നത്. പഞ്ചപ്പയ്ക്ക് 1.25 കൊല്ലം 2 കൊല്ലത്തോളം മൂത്രത്തിന് ട്യൂബ് ഇട്ട് കിടന്ന വ്യക്തിയാണ്. പിന്നെ ആ രോഗം മാറാത്തൊരവസ്ഥയിലാണ് മരണം സംഭവിച്ചത്. അല്ലാഹു തആല അവിടുത്തെ ഖബർ ജീവിതം സന്തോഷത്തിലും പ്രകാശത്തിലും ആക്കി തീർക്കുമാറാവട്ടെ. അപ്പൊ 2 കൊല്ലം ട്യൂബിട്ട് കിടന്നൊരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി നിസ്കരിക്കണം. ഞാൻ അവിടെ ഒരു കാര്യം കൂടി പറയാം. ഞാൻ എന്റെ റെയിൽ മാറിക്കേറുന്നത് എനിക്കറിയാം. പക്ഷെ പലവർക്കും അത് ഉപകാരം ചെയ്യുമെന്ന നിലക്കാണ് ഞാൻ അതിലേക്കൊന്ന് വരുന്നത്. ഒളു ആണ്, റെയിൽ മാറിക്കേറുന്നുണ്ട്, നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. പലവരും ചില മസാലകൾ പറയുമ്പോ പറയും അതിനഞ്ഞ് ഇങ്ങനൊക്കെ ഇപ്പൊ നിസ്കരിക്ക, പിന്നെ അത് മാറിയാ പിന്നെ ഖളാ വീട്ടും വേണം എന്ന് മസാല പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പലോലി മോന്തക്കുറ്റി ചിരിയുന്നത്. അതെ വിഷയം. ഇങ്ങനൊക്കെ നിസ്കരിക്ക, ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ നിസ്കരിക്കേണ്ട രൂപം ഇന്ന രൂപത്തിലാണ്, ഇനി ഇതൊക്കെ മാറിയാൽ എന്ത് വേണം, ഇത് ഖളാ വീട്ടും വേണം. അപ്പൊ പിന്നെ ഓന്റെ സ്വഭാവമൊക്കെ മാറി. എന്നാ പിന്നെ ഓൻ ആദ്യമേ തീരുമാനിച്ചു, ഏതായാലും ഒരു ഖളാ വീട്ടനല്ലേ, ഞാൻ ഇനി ഒന്നായിട്ടെ ഖളാ വീട്ടിയാൽ മതി. അവരെന്റെ സാധാരണക്കാർ. കാരണം പൊന്മ ഉസ്താദൊക്കെയും ചിലപ്പം പറയാറുണ്ട്, ചിലപ്പം സാമ്പത്തികമായ ഇടപാടിൽ പ്രത്യേകിച്ചും വെറും മുഴത്തമത് മാത്രം നോക്കിയാൽ സാധാരണക്കാരെ ഒരു പണിക്കും കിട്ടൂലെന്നായിരിക്കും. ചിലപ്പം ഈ പ്രബലമായ അഭിപ്രായം മാത്രം നോക്കി മസലാന്ന സാധാരണക്കാരെ ഒരു പണിക്കും കിട്ടാത്ത കോലത്തേക്ക് വരും ചിലപ്പം. അപ്പൊ നമ്മൾ ഇനി 2ാമത് മടക്കി നിസ്കരിക്കും വേണം എന്ന് പറയുമ്പോ ചില സാധാരണക്കാർ അപ്പൊ തന്നെ അവരെ തീരുമാനിച്ചു, ഇനിയിപ്പോ ഏതായാലും നിസ്കരിക്കണ്ട, ഏതായാലും ഇനി ഖളാ വീട്ടണ്ടേ, അപ്പൊ നമുക്ക് ഇനി ഉഷാറായിട്ട് നിസ്കരിക്കാം. ആ ധാരണ പല സാധാരണക്കാരുടെ കൽബിലുണ്ട്. അല്ലേ ഉസ്താദേ? എനിക്കൊരു അനുഭവ വലിച്ച തയമ്മുമിന്റെ മസലക്കും പറഞ്ഞു കൊടുക്കുമ്പോ, ഇത്തരം രോഗികളുടെ മസലക്കും പറഞ്ഞു കൊടുക്കുമ്പോ പല സാധാരണക്കാരുടെ ഒരു അഭിപ്രായം അപ്പൊ അത് വേണം, ഇനി ഏതായാലും ഇനി ഒന്നായിട്ടാണ് ഖളാ വീട്ടാണ്. എന്നാ അവരൊരു മസല മനസ്സിലാക്കണം. നിസ്കാരത്തിന്റെ പിന്നീട് ഈ നിസ്കാരം ഖളാ വീട്ടണോ വീട്ടണ്ടേ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാ. ചിലപ്പം ഒരു നിസ്കാരം അത് നിസ്കരിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ആ വഖത്തിലോ നിസ്കരിക്കുകയും പിന്നീട് ശരിയായ രൂപത്തിൽ നിസ്കരിക്കാനുള്ള സൗകര്യം കിട്ടിയാൽ ആ നിസ്കാരം പിന്നെ ഖളാ വീട്ടണോ വീട്ടണ്ടേലൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഒരു നിസ്കാരത്തിന്റെ സമയമായാൽ വയ്ക്കുന്ന രൂപത്തില് അഥവാ സാധിക്കുന്ന രൂപത്തില് നിസ്കരിക്കണം, അത് നിസ്കരിക്കണ്ട എന്നൊരു അഭിപ്രായമില്ല. അപ്പോൾ മരിച്ചാലോ? പറയാം. അപ്പോ ഒരു നിസ്കാരത്തിന്റെ സമയമായാൽ എങ്ങനെ ഓനെക്കൊണ്ട് വയ്ക്കുന്നു,
ഏത് രൂപത്തിലാ ഓനക്ക് സാധിക്കുന്നത് ആ രൂപത്തിലാണ് നിസ്കരിക്കുക. ഒതുണ്ടാക്കാനും സാധ്യല്ല, കുലിക്കാനും സൗകര്യമില്ല, തയമ്മം ചെയ്യാനും സൗകര്യമില്ല, ഒരു നിലക്കും സൗകര്യമില്ല. ളുഹ്റ് മുതൽ അസർ ബാങ്ക് കൊടുക്കുന്നത് വരെ ഓൻ ചാണകക്കുഴിയിൽ വീണ് കിടക്കുകയാണ്. ഇനി എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്? ഈ നേരത്തെ ഒരുപാട് സാധാരണക്കാരുണ്ടായതുകൊണ്ടാ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു. ഒരാൾ ളുഹറിന്റെ മുന്നേ ചാണകക്കുഴിയിലേക്കാണ് വീണതാണ്. ചാണകക്കുഴിയിലേക്കല്ല, കക്കൂസും കുഴിയിലേക്കാണ് അത് കൂട്ടിക്കോലിങ്ങൾ. എന്നിട്ട് ഓൻ അതിന് രക്ഷപ്പെടുന്നത് ഓൻക്ക് ഉറപ്പായി ഇനി കക്കൂസും കുഴിന്ന് ഞാൻ അസറിന്റെ ശേഷം അസർ ബാങ്ക് കൊടുത്തിട്ടേ ഇനി രക്ഷപ്പെടാൻ കൂടുള്ളൂ. കാരണം ളുഹറിന്റെ മുന്നേ കക്കൂസും കുഴിക്ക് വീണതാ. ഇപ്പൊ കഞ്ഞി കുടിക്കാതെ കഞ്ഞിയേറ്റാണ് വാപ്പ തെങ്ങുന്തോട്ടത്തേക്കാണ് പോയത്. അപ്പൊ ഇനി വാപ്പ സാധാരണ പിന്നെ അസറിക്കുള്ള ചായേറ്റാണ് മക്കള് പോവാറുള്ളത്. ഇത് തിരിയാൻ വേണ്ടിയിട്ട് പറയാണ്. പക്ഷെ വാപ്പ ഇവിടെ ചാണകക്കുഴിയിൽ വീണത് മക്കളെ അറിയില്ല. ഇനി മക്കളെ അറിയാം അസർക്ക് ചായയേറ്റ് ചെല്ലുമ്പോ വാപ്പാനെങ്ങനെ തെങ്ങുന്തോട്ടത്തിൽ നോക്കി വാപ്പാനെ പരൊന്നും കാണാനില്ല. തെരഞ്ഞു നോക്കുമ്പോ കക്കൂസും കുഴിയിൽ വീണിറക്കുക. ഉണ്ടാവാ ഞാനിപ്പോ സംഭവിക്കാൻ വേണ്ടി പറയുന്ന ഒരു മസാല പറയാ. ഓനും നിസ്കാരത്തിന് ഒഴിവില്ലാണ്. ഓനിക്ക് എങ്ങനെയാണ് ഇപ്പൊ നിസ്കാരം ഇനിയിപ്പോ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് കുലിച്ച് നിസ്കരിക്കാൻ കൂടുന്നു തോന്നില്ല. ഓനും നിസ്കരിക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും ഇപ്പൊ നമ്മക്കാർക്കും വരൂല, വരാതിരിക്കട്ടെ. അപ്പൊ നിസ്കാരം ഒരു നിസ്കാരത്തിന്റെ ടൈമായി. ഞാൻ അതൊക്കെ പറയാൻ കാരണം എന്താ, ഇപ്പൊ നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ ക്ലാസ് റൂമിൽ പറഞ്ഞതാ, എത്ര ആളുകൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോ ഒളു ഇല്ല, നിക്കാൻ കൂടിയില്ല, കിബില അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ കയ്യും കെട്ടിയിട്ട് വിമാനത്തിന്റെ സീറ്റിലിരുന്ന് ഉറങ്ങുന്ന ആൾക്കാരില്ലേ? ഇല്ലേ? അതാ ഞാൻ പറയുന്നത്. നമ്മളെ ഗൾഫുകാരാണല്ലോ കൂടുതൽ ഈ സമയത്തൊക്കെ ഈ ക്ലാസ് കേൾക്കുന്നത്. എന്താ സാധാരണ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ആവർത്തിക്കാം. സ്ഥിരം ക്ലാസ് കേൾക്കുന്നവർ എന്നോട് ക്ഷമിക്കണം. ചിലപ്പം പുതിയ കഴിഞ്ഞ കൊല്ലം പിറ്റത്തെ കൊല്ലൊന്നും KMIC ഇല്ലാത്ത ഒരുപാട് റേഡിയോ ശ്രോതാക്കള് KMIC ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് ഗൾഫുകാരാ. എന്താ നിക്കൊന്നുമില്ല, വിമാനം ഏത് വഴിക്കാ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല, നിക്കാൻ പാടില്ല എന്നാണ് വിമാനത്തിലെ ഉദ്യോഗസ്ഥര്. ഞാൻ പിന്നെ എന്താ കാട്ടുക എന്ന് പറഞ്ഞ് നിസ്കാരത്തിന്റെ ടൈമില് കയ്യും കെട്ടി വിമാനത്തിലിരുന്ന് ഉറങ്ങുന്ന ആളുകളുണ്ട്. ഞാൻ അവരൊക്കിത് ഇനിയിപ്പോ എങ്ങനെയപ്പാ നിസ്കാരം എന്നൊക്കെ ആവശ്യമുള്ളവരൊക്കെ നമ്മളെ ക്ലാസ് റൂമിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവർ ആരെങ്കിലും അത്തരം സന്ദർഭത്തിൽ നിസ്കരിക്കാത്ത പല സാധാരണക്കാരും ഇപ്പൊ നിസ്കാരത്തിന് യാതൊരു ഒഴിവില്ല. അപ്പൊ ഞാൻ പറയട്ടെ, ഒന്നും കൂടി ഞാൻ പറയട്ടെ, ഇത് നിസ്കരിക്കേണ്ട സമയമായ നിസ്കരിക്കണം. പിന്നെ ആ നിസ്കാരം കള വീട്ടണോ കള വീട്ടലല്ല, മടക്കി നിസ്കരിക്കണോ മടക്കി നിസ്കരിക്കണ്ടേ, അതിൽ പിന്നെ ഖിലാഫുണ്ട്. അപ്പൊ അതിൽ 10 മസലയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരു 75-80 വയസ്സായ ഒരാളാണ്. ഓന് മൂത്രം പോവാത്തതിന്റെ പേരിൽ ട്യൂബിട്ട് കിടക്കുകയാണ്. മൂത്രം പോവാൻ വേണ്ടി ട്യൂബിട്ടിക്കുകയാണ്, അല്ലെങ്കിൽ മലം പോവാൻ വേണ്ടി ട്യൂബിട്ടിക്കുകയാണ്, അല്ലെങ്കിൽ വെള്ളം ഇറങ്ങാൻ വേണ്ടി ട്യൂബിട്ടിക്കുകയാണ്. വെള്ളം ഇറങ്ങാൻ വേണ്ടി ട്യൂബ് ഇടുമ്പോ മൂക്കിലൂടെയാണ് ട്യൂബ് ഇടുന്നത്. മൂക്കിലൂടെ ട്യൂബ് ഇടുന്നുണ്ട്. പിന്നെ വയറിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ദോരം ഉണ്ടാക്കി ട്യൂബ് ഇടുന്നുണ്ട്. ഭൂരിപക്ഷവും വെള്ളം ഇറങ്ങാൻ വേണ്ടി ആമാശയത്തിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി മൂക്കിലൂടെയാണ് ട്യൂബ് ഇടുന്നത്. ഈ മൂക്കിലൂടെ ട്യൂബ് ഇട്ടാൽ അതിന്റെ ഒരു തല കിടക്കുന്നത് നെജസിലാണ്. ഒരു തല മൂക്കിന്റെ ദോരത്തിൽ നിന്ന് പുറത്തേക്കും നിൽക്കുന്നു. അപ്പൊ നെജസുമായി ബന്ധപ്പെട്ടതിന്റെ ഒരു തുമ്പ്, ഒരു ഭാഗം പുറത്തേക്ക് തള്ളി നിന്നാൽ അകത്തുള്ള നെജസുമായി ബന്ധപ്പെട്ടതിന്റെ ഒരു ഭാഗം, ട്യൂബ്, നൂല് പോലോത്തത് പുറത്തേക്ക് തള്ളി നിന്നാൽ വാസ്തവത്തിൽ എന്തില്ല? നിസ്കാരമില്ല. അല്ല, നിസ്കാരം സഹിയല്ല വാസ്തവത്തിൽ. കാരണം ഓന്റെ ഇപ്പല്ല ശരിയായ രൂപത്തിൽ ഓൻ പറഞ്ഞാൽ ആ നിസ്കാരം സഹിയല്ല. എന്നാ ഓനെ കൊണ്ട് ഇത് ഒഴിവാക്കിയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? കാരണം ഓന്റെ മൂക്കിൽ ട്യൂബ് ഇട്ടിക്കാൻ ഓരോ വക്തിനും ട്യൂബ് ഊരാൻ പറ്റുമോ? അത് വിഷമല്ലേ? ഊരിനോട് വിഷമല്ലെങ്കിൽ ഊരണെന്നാ മസല വരിക. പക്ഷെ അത് നടക്കൂല. വെള്ളം ഇറങ്ങാൻ അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തുമ്പോഴാണല്ലോ ട്യൂബൊക്കെ ഇടുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാൻ അതുകൊണ്ടാ നമ്മളൊക്കെ എപ്പോഴും ദ്വാരിക്കുന്നത്, അബ്ബേ മൂത്രം പോവാൻ ട്യൂബത്ത്, കാഷ്ടം പോവാൻ ട്യൂബത്ത്, വെള്ളം ഇറങ്ങാൻ ട്യൂബത്ത് കിടക്കേണ്ട സാഹചര്യങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവരെയും ഞങ്ങളെ സഹായിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും ഞങ്ങളുടെ കുടുംബമിത്രാദികളെയും KMICയുടെ മുഴുവൻ ശ്രോതാക്കളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്.
നടക്കും വളരെ വിഷമകരമാണ് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ആ നിസ്കാരം അപ്പൊ അത് സഹിയല്ല. പക്ഷെ ഒന്ന് നിസ്കരിക്കണം, ഓനക്ക് നിസ്കരിക്കണമെന്ന്. ഈ നിസ്കാരം ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ഇവരുടെ നിസ്കാരത്തിന്റെ നിബന്ധന ഒത്തിട്ടില്ല. പക്ഷെ ഓൻ നിസ്കരിക്കണം. പക്ഷെ അങ്ങനെ 2 കൊല്ലം ഓൻ ട്യൂബിട്ട് കിടന്നു, മൂത്രത്തിനോ കാഷ്ടത്തിനോ വെള്ളം ഇറങ്ങാനോ ട്യൂബിട്ട് കിടന്നു. പിന്നെ ഓൻ ഇതൊക്കെ ട്യൂബൊക്കെ ഊരി, മൂത്രത്തിന്റെയോ അല്ലെങ്കിൽ വെള്ളം ഇറങ്ങാനോ ട്യൂബൊക്കെ ഊരി നല്ല വാഹത്തായി. എന്നാൽ ഈ നിസ്കാരങ്ങളൊക്കെ ഇഞ്ഞോ കളാവൂത്തും വേണം. ഈ നിസ്കാരങ്ങളൊക്കെ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ഈ നിസ്കാരങ്ങളൊക്കെ ഇഞ്ഞോ കളാവൂത്തണം. കാരണം ഈ 2 കൊല്ലം ഓൻ നിസ്കരിച്ചത് നിസ്കാരത്തിന്റെ സമയത്തെ ബഹുമാനിച്ചുള്ള നിസ്കാരമാണ്. ആ നിസ്കാരത്തിന്റെ സമയത്തിനുള്ള ആദരവ് കണക്കിലെടുത്തുള്ള ഒരു നിസ്കാരമാണ്. ഈ നിസ്കാരമൊക്കെ ഓൻ 2ാമത് മടക്കി നിസ്കരിക്കും വേണം. പക്ഷെ 2ാമത് മടക്കി നിസ്കരിക്കാനൊക്കെ ഓൻ തീരുമാനിച്ചോ, നിസ്കാരം തുടങ്ങി, അങ്ങനെ ഓനത് മരിച്ചു. അള്ളാന്റെ അടുക്കൽ ഓൻ കുറ്റക്കാരനല്ല. ഓന് ട്യൂബക്കൂരി അല്ലെങ്കിൽ ആ ട്യൂബിട്ട രൂപത്തിൽ ഓനത് മരിച്ചു. ഓൻ ട്യൂബക്ക് എടുക്കുന്നതിന് മുമ്പ് ആ രോഗത്തിലായി ഓനത് മരിക്കുകയാണ്. എന്നാ പിന്നെ ഓന് ഇനി ആ നിസ്കാരം അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരനല്ല. ഈ ഒരു മസ്അല പറയുമ്പോ എനിക്ക് അങ്ങനെയാണല്ലോ, ഒന്ന് പറയുമ്പോ അവരെ സാധാരണക്കാർക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും. എന്നാ ഉസ്താദെ ഓന്റെ കുടുംബമിത്രാദികൾക്ക് ആ നിസ്കാരം കളാ വീട്ടിക്കൂടേന്ന് പല സാധാരണക്കാരും ചോദിക്കാറുണ്ട്. അതും ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം മരിച്ച ആൾക്ക് നോമ്പുണ്ടെങ്കിൽ കുടുംബമിത്രാദികൾക്ക് നോമ്പ് കളാ വീട്ടാം, നിസ്കാരം കളാ വീട്ടാൻ യാതൊരു മാർഗമില്ല. അങ്ങനെ ഷാഫി മദ്ഹബില് പ്രബലമായ അഭിപ്രായ പ്രകാരം അങ്ങനെ ഒരു മസലയില്ല. വാപ്പ മരിച്ചു, ഇങ്ങനെ രോഗിയായിട്ട് വാപ്പന്റെ മരിച്ചതാണ്. വാപ്പ കുറെ നിസ്കാരം കളാ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൽപ്പിച്ചു കൂട്ടിയിട്ട് കുറെ നിസ്കാരം കളാ ആക്കിയിട്ട് വാപ്പ ഭർത്താവോ ആരോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികൾ എങ്കിൽ ആ നിസ്കാരം പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നവർ കളാ വീട്ടിയിട്ട് കാര്യമില്ല. പക്ഷെ അവിടെ ഷാഫി മദ്ഹബിൽ ചില അഭിപ്രായമുണ്ട്. ഷാഫി മദ്ഹബിലും നമ്മളെ സുബ്കി ഇമാമിനെ പോലത്തെ ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ചെയ്യുന്നോലെ അഭിപ്രായ പ്രകാരം ചെയ്യുന്നോൽ ചെയ്തോട്ടെ, സ്വന്തം നിസ്കാരമൊന്നും കളാ വീട്ടാല്ല. മരിച്ചുപോയ വാപ്പാനോട് വലിയ സ്നേഹമായിരുന്നു എങ്കിൽ ആ നിസ്കാരം, മരിച്ചവരുടെ നിസ്കാരം കളാ വീട്ടാം എന്നൊരു അഭിപ്രായം നമ്മുടെ ഷാഫി മദ്ഹബിലുണ്ട്. അതുപോലെ തന്നെ എത്ര വഖ്ത് നിസ്കാരാണോ കളാ ആയിട്ടില്ലെങ്കിൽ ഓരോ നിസ്കാരത്തിന് ഒരു മുദ്ദ്. ഇപ്പൊ വാപ്പ മരിച്ചു നോക്കുമ്പോ 50 വഖ്ത് നിസ്കാരം വാപ്പ കളാ ആക്കിയിട്ടുണ്ട്, വാപ്പ നിസ്കരിച്ചിട്ടില്ല. എന്നാ ഒരു 50 മുദ്ദ്. എനിക്കൊരു അഭിപ്രായം, ഒരു ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളാണ്, ഒരു മസാലയായി പറയാൻ പറ്റിയതല്ല. ഒരാൾ ചെയ്യാനെങ്കിൽ ചെയ്തോത്താണ്, അത്ര വലിയ തെറ്റൊന്നുമല്ല. നമ്മളെ ഫത്ഹുൽ മുഈൻ ത്വയ്ഫ പോലത്തെ ഫിഖിന്റെ കിതാബൊക്കെയും ആ കൗലുകളൊക്കെ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഒരുപാട് മുതാഹിരീങ്ങളാവുന്ന പണ്ഡിതന്മാർ അതൊക്കെയും മുഖ്താറും ആക്കിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും അവിടെ നമ്മളെ ഷാഫി മദ്ഹബിലെ മസ്അല അത് മരിച്ചുപോയവർക്ക് നിസ്കാരം കളാ ഉണ്ടെങ്കിൽ അത് കളാ വീട്ടിയിട്ടൊരു കാര്യമില്ല. അതാണ് അതിലെ മുഅ്തമദ്, അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ വ്യക്തി അങ്ങനെ മരിക്കുകയാണെങ്കിലോ ഓൻ അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരനല്ല. കാരണം ഓൻ വയ്ക്കുന്ന മാതിരി നിസ്കരിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, ഈ ട്യൂബത്ത് കിടക്കുന്ന വ്യക്തി സാധിക്കുന്ന രൂപത്തിൽ നിസ്കരിച്ചില്ല, ഓൻ അങ്ങനെ കടന്നു എങ്കിൽ അള്ളാന്റെ അടുക്കൽ ഓൻ കുറ്റക്കാരനുമാണ്. വയ്ക്കുന്ന രൂപത്തിൽ അതിന്റെ മസാലകളൊക്കെ ഉസ്താവുമാരോട് ചോദിച്ചു മനസ്സിലാക്കി മൂത്രത്തിന് ട്യൂബിടുമ്പോ എങ്ങനെയാണ് ആ വ്യക്തി നിസ്കരിക്കേണ്ടത് അതൊക്കെ മനസ്സിലാക്കി വലോലിപ്പോ അതെങ്ങനെയാണ് ചോദിക്കും. അതൊക്കെ പറഞ്ഞ ക്ലാസ്സുകൾ മുൻ റെക്കോർഡുകളുണ്ട്. പ്രൈമറിയിൽ ഫസ്റ്റിൽ കയറിയ ഉടനെ ഇതൊക്കെ ഞാൻ കേൾക്കാത്തവർക്ക് ഇതൊന്നും ഇന്നും പല സാധാരണക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന മസാലകളാണ്. അപ്പൊ പക്ഷെ പിന്നെ അത് കളാ വീട്ടാൻ സൗകര്യം കിട്ടിയാൽ അത് കളാ വീട്ടണം. പക്ഷെ അവര് അംഗീകരിക്കാവുന്ന ഒരു ഇപ്പൊ 80 വയസ്സാ, ഞാൻ നമ്മൾ പോയിന്റ് ശ്രദ്ധിക്കണം. ഒരു 80 വയസ്സായ ഒരു വ്യക്തിയാണ്, 3 കൊല്ലക്കാണ് ട്യൂബത്ത് കടന്നത്. ഇനി ആ ട്യൂബൊക്കെ ഊരി അൽഹംദുലില്ലാഹ് ഓന്റെ രോഗമൊക്കെ മാറിയ വാഹത്തായി. ഇനി വല്യപ്പ പഴയ നിക്കാരങ്ങളൊക്കെ ഒന്ന് കളാ വീട്ടാൻ കിട്ടണമെന്നാ വല്യപ്പാടെ കയ്യിന്റെ അടുത്താണെങ്കിൽ പൂരിയാണ്ട് തീരും. അതുതന്നെ വല്യപ്പാക്ക് ഇനി ഉള്ള വക്ത് തന്നെ ഓരോ വക്തും നിക്കരിക്കാൻ ബെജ്ജ. ഇനിയിപ്പോ വല്യപ്പാനോട് 3 കൊല്ലം ട്യൂബത്ത് നിൽക്കാതെ കളാ വീട്ടണമെന്ന് അറിയുമ്പോ ചിലപ്പോ വല്യപ്പാന്റെ സ്വഭാവം പറ്റമാറും.
അപ്പൊ ചിലപ്പോ അങ്ങനത്തെ ഒരു വിഷമഘട്ടത്തില് ആയാലും ചിലപ്പോ നമുക്ക് കൗലുകളോ അല്ലെങ്കിൽ അംഗീകരിക്കാവുന്നതോ ചിലപ്പം അങ്ങോട്ട് രക്ഷപ്പെട്ടേക്കാം. പക്ഷെ ഞാൻ പറയുന്നത് നിസ്കാരത്തിന്റെ ടൈമായാൽ പിന്നെ കളാ വീട്ടണം, അല്ലെങ്കിൽ പിന്നെ കളാ വീട്ടാം, അല്ലെങ്കിൽ ഏതായാലും ഇനി കളാ വീട്ടണം അപ്പ നിസ്കരിക്കാം എന്ന് വിചാരിച്ച് കയ്യും കെട്ടി നിൽക്കുന്നത് ശരിയല്ല. അള്ളാഹുവിന്റെ അടുക്കൽ അവൻ കുറ്റക്കാരനാകും. അപ്പൊ ഏതായിരുന്നാലും മഹാന്മാര് പറയുന്നത് നമുക്ക് പറയാം. അമ്മാലൗക്കാന അലൈഹി സലവാത്തും കസീറത്തും ജിദ്ദൻ, ഒരുപാട് നിസ്കാരങ്ങൾ കളാ വീട്ടാണ്ട് വകാന യസ്തവിലിക്കു കളാഉഹ സമനൻ കസീരൻ, അത് കളാ വീട്ടാൻ നിൽക്കാത്ത കാലങ്ങളോളം കളാ വീട്ടാണ്ട്. ഒരു 40 വയസ്സാകുമ്പോഴാ നിസ്കരിക്കണം എന്നൊക്കെയുള്ള ഒരു ബോധം വരുന്നത്. ഇതെന്നല്ലേ എത്ര ആളുകളല്ലേ, എത്രയോ സാധാരണക്കാർ ചെറുപ്പകാലം മുതലൊന്നും നിസ്കരിക്കാതെ ഗൾഫിലൊക്കെ എത്തി നിസ്കാരം തുടങ്ങിയവർ, മക്കളും ഉമ്മക്കും ഹജ്ജിനൊക്കെയും കൊണ്ടുപോയി നിസ്കാരം തുടങ്ങിയവർ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാലം പിടിക്കും. ഈ നിസ്കാരങ്ങളൊക്കെ കളാ വീട്ടിയിട്ട് ഹജ്ജിനും തൗബക്കും ഒരുങ്ങിയ തൽക്കാലം ഹജ്ജും നടക്കൂല, ചിലപ്പം തൗബയും നടക്കൂല. കാരണം 3-4 കൊല്ലം കളാ വീട്ടാൻ തന്നെ സമയം പിടിക്കും. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അവിടെ മഹാന്മാർ വളരെ വ്യക്തമായി പറയുന്നു, ഫയംബഗി അൻ യക്ഫിയ ഫീ സിഹ്ഹത്തി തൗബത്തിഹി. ഇതാണിപ്പോ നമ്മുടെ ചോദ്യം. സാറേ, ഒരുപാട് നിസ്കാരം കളാ വീട്ടാണ്ട്, നിസ്കാരം കളാ വീട്ടല് തൗബ സഹീഹാവാനുള്ള ഷർത്താണെന്ന് ഉസ്താദുമാർ പറയുന്നു. ഇന്റെ നിസ്കാരം അല്ലെങ്കിൽ ഞങ്ങളുടെ നിസ്കാരങ്ങൾ കളാ വീട്ടിച്ചിപ്പോ തൗബ ചെയ്യാൻ സമയം കിട്ടുന്നു തോന്നുന്നില്ല. അതിന് മറുപടിയാണ് മഹാന്മാര് പറയുന്നത്, ഫയംബഗി അൻ യക്ഫിയ ഫീ സിഹ്ഹത്തി തൗബത്തിഹി, അവന്റെ തൗബ സഹീഹാവുന്നതിൽ മതിയാകും. അസ്മുഹു, അവൻ തീരുമാനിക്കല്, അലാ ഖളാഇഹ, ഈ നിസ്കാരങ്ങളൊക്കെ കളാ വീട്ടാനുള്ള തീരുമാനം എടുക്കുക. ഉറച്ച തീരുമാനത്തെ അസ്മാണ്, കുറുപ്പിന്റെ ഉറപ്പല്ല. അതൊക്കെ ഞാൻ കളാ വീട്ടിക്കോല, ഇൻഷാല്ല. അതല്ല, ഒരു കുറുപ്പിന്റെ ഉറപ്പ് എന്ന് പറയും, അതല്ല അസ്മ്, ഉറച്ച തീരുമാനം. ഞാനത് കളാ വീട്ടിയിരിക്കും, എന്നെ കൊണ്ട് സാധിക്കുന്ന കാലത്ത് എന്റെ കഴിവിന്റെ പരമാവധിയുള്ള സമയങ്ങൾ എന്റെ നിസ്കാരങ്ങൾ കളാ വീട്ടാൻ ഞാൻ ഉപയോഗപ്പെടുത്തും എന്നുള്ള അസ്മ് വേണം. അലാ ഖളാഇയ, എന്തോടുകൂടെ? മഅശ്ശുറൂഇ ഫീഹി, ആ കളാ വീട്ടാൻ ഒരുങ്ങളോടുകൂടെ. എന്തല്ല, കളാ വീട്ടാനൊക്കെ ഒന്ന് ഉറപ്പിച്ച് അടുത്ത റമദാൻ മുതലാണെന്ന് ഒരുങ്ങ. ഇപ്പൊ ജമാഅത്തുൽ അവ്വൽ ആയിട്ടുള്ളൂ. ഇനിയിപ്പോ ഏതായാലും ഇൻഷാ അല്ലാഹ് നിസ്കാരಕ್ಕೆ നമുക്ക് കളാക്കെ ആയത് കളാ വീട്ട അടുത്ത റമദാൻ 1 മുതൽ ഇൻഷാ അല്ലാഹ് നാട്ടിലേക്കാലം. അപ്പൊ നമുക്ക് സുഖമായിട്ട് കളാ വീട്ടാൻ പറ്റൂല. തുടങ്ങണം. നാളിന്ന് പോകട്ടെ, നാളെ ആകട്ടെ, നാളെക്കോ നാളെ ഈ നീളം വിട്ടാത്തെ, നാളെ ആവാം എന്ന ചിന്ത ഒഴിവാക്കുക. എന്ന ചിന്ത ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് പലരുണ്ട്. അങ്ങനെയൊക്കെ നന്നാവാനൊക്കെ തീരുമാനിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ എപ്പോഴെങ്കിലും തുടങ്ങും. അല്ല, മഅശ്ശുറൂഇ ഫീഹി, ആ നിസ്കാരം കളാ വീട്ടുന്നതിൽ അവൻ തുടങ്ങലോടുകൂടെ. എന്നിട്ട് മഹാന്മാര് പറയാം, അതാ നമ്മൾ ആലൂര് ചോദിച്ചത്, അപ്പോ മരിച്ചാലോ? ഇങ്ങനൊക്കെ ഒന്ന് ഉറച്ച തീരുമാനം എടുത്തു. പരമാവധി കിട്ടുന്ന സമയങ്ങളൊക്കെയും അത്യന്താപേക്ഷിതമായ സമയങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളൊക്കെയും അവൻ നിസ്കാരം കളാ വീട്ടാൻ ഒരുങ്ങുകയും തുടങ്ങുകയും ഉറച്ച തീരുമാനത്തിലൊക്കെയും എത്തി. അവിടെ ഞാൻ പല പോയിന്റ് വരുന്നത്. അങ്ങനെ ഓനത് മരിച്ചു. സമനൽ ഖളാഇ, ഇങ്ങനെ കളാ വീട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവൻ മരിച്ചു. പക്ഷേ ഓനക്ക് ഇനിയും ചിലപ്പം 10 കൊല്ലത്തെ നിസ്കാരം കളാ വീട്ടാണ്ട്. മനുഷ്യന്മാരുടെ അടുക്കൽ നിന്നാണ് തെറ്റുകൾ സംഭവിക്കുക. ഞാൻ എന്റെ പ്രിയപ്പെട്ട ആ ചോദ്യങ്ങൾ ചോദിച്ച ആ ചെറുപ്പക്കാര് സാറേ, ഞങ്ങൾ 10 മണിക്കത്തെ ക്ലാസ് കേൾക്കുന്നവരാണ്. അതുകൊണ്ട് അവരോടും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തവരോടൊക്കെയും ഞാൻ പറയുന്നു, അങ്ങനെ ഓനങ്ങനെ അത്താലവും മാറ്റമനൽ കളായി, ഇങ്ങനെ കളാ വീട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഓനങ്ങോട്ട് മരിച്ചാൽ ലം യമുത് ആസിയാ, ഓൻ ദോഷിയായി മരിക്കൂല. ഓൻ അല്ലാഹു തആല സ്വീകരിച്ചവനായി നല്ല മനുഷ്യനായിട്ട് തന്നെയാണ് ഓൻ മരിക്കുന്നത്. ഓനൊരു ദോഷിയായി മരിച്ചു എന്ന് പറയാൻ പറ്റുകയില്ല. അല്ലാഹു തആല നമ്മുടെ ആ ചോദ്യം ചോദിച്ച ചെറുപ്പക്കാർ ഇത് കേട്ടിട്ടുണ്ടാവും. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ മൈക്ക വിട്ടതിന് ശേഷം വിളിക്കണമെന്നും, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കണമെന്നും ഇവിടെയാണ് മഹാന്മാർ പറയുന്നത്. ജനായിസിന്റെ ബാബു നോക്കിയാൽ കാണാം,
ഇവിടെ ഏതായാലും അബുവാസിം ഉസ്താദ് വരേണ്ട സമയമായതുകൊണ്ട് ഞാൻ അതുകൂടി ഒന്നുകൂടി വീണ്ടും ഉണർത്തുകയാണ്. ഇങ്ങനെ എന്ത് വേണം? തൗബ സഹിയാവാനും തൗബ മഖ്ബൂലാവാനുമുള്ള നിബന്ധനയാണ് നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ അത് ഖളാ വീട്ടുക. വൈൻ കസുറത്ത്, അതെത്ര അധികരിച്ചാലും ശരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ ഹാശിയത്തുൽ ഇളാഹിൽ പറയാണ്, വകദാ യുഖാലു ഫീ നിസ്യാനിൽ ഖുർആനി ഔ ബഅളിഹി ബഅദൽ ബുലൂഇ. പ്രായപൂർത്തിയായതിനു ശേഷം ഖുർആൻ വല്ലതും പഠിച്ചത് മറക്കുകയോ അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് അല്പം എന്തെങ്കിലും മറക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത് പഠിച്ചുണ്ടാക്കൽ നിർബന്ധാണ്. അത് പ്രായപൂർത്തിയായതിനു മുമ്പാണ് പഠിച്ചത്, പക്ഷെ മറന്നത് പ്രായപൂർത്തിയായതിന്റെ ശേഷമാണ്. അത് മറക്കാതിരിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോടൊക്കെ പറയാൻ, അങ്ങനെ ചഞ്ഞ് സൂറത്തുകളൊന്നും പഠിക്കണ്ടെന്നല്ല നിങ്ങൾ വിചാരിക്കണ്ട്. അങ്ങനെ ചഞ്ഞ് സൂറത്തുകളൊന്നും പഠിക്കണ്ട, എന്നാലല്ലേ ഇപ്പം മറക്കുന്നത് കുറ്റാവില്ല. അങ്ങനെ ആരും ചിന്തിച്ചു പോകരുത്. നമ്മൾ പഠിച്ചത് മറക്കാതിരിക്കാൻ പഞ്ഞൊന്നുമില്ലേ? അതൊക്കെ നമ്മളിങ്ങനെ സുന്നത്ത് നിസ്കരിക്കുമ്പോ ചിലപ്പോൾ നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോഴൊന്നും ചിലപ്പോൾ സൂറത്ത് ഓതാൻ സമയം കിട്ടിക്കോന്നില്ല. നമ്മൾക്ക് ഒഴിവൊക്കെ ഉണ്ടാകുമ്പോ സുന്നത്തൊക്കെ നിസ്കരിക്കുമ്പോഴേ തഹജ്ജുദും വിത്തറും ളുഹൊക്കെ നിസ്കരിക്കുമ്പോ എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ അതൊക്കെ നമ്മൾ പഠിച്ചു വെച്ച സൂറത്തുകൾ ലമ്യക്കുനില്ലതിക്കും പ്രത്യേകിച്ചു ഞാൻ അങ്ങനെ പറയാനായി പലരും പറഞ്ഞു. ലമ്യക്കുനില്ലതി പഠിച്ച മദ്രസയെ പഠിക്കുന്ന കാലത്ത് കുട്ടികളൊക്കെ പറയും ലമ്യക്കുനില്ലതി പഠിച്ചിട്ട് പഠിച്ചില്ല. അതെന്തോന്നോ യാസീനക്കോടെ അങ്ങനെ പലർക്കും ഒരു സംശയമുണ്ട്. ഒന്നിന്റെ ബാക്കി ഓടാൻ പറ്റും. ഇപ്പൊ നമുക്ക് മറക്കാതിരിക്കാൻ വേണ്ടി തെറ്റൊന്നുമല്ല. 2 റക്അത്തോ 4 റക്അത്തൊക്കെ സുന്നത്ത് നിസ്കരിക്കുക. അപ്പൊ നമ്മൾ എന്തൊരു യാസീൻ ഒന്നാമത്തെ റക്അത്തിൽ ഒരു മുബീനോദി, രണ്ടാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ മുബീനോദി, അങ്ങനെ ഓരോ മുബീനോ ഈ 2 മുബീനൊക്കെ ഓതിയിട്ട് നിസ്കരിക്കുക. അപ്പൊ നമ്മൾ മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മൾ സാധാരണ ഇപ്പൊ നമ്മക്കല്ലേ ഈ ക്ലാസ് റൂമിലുള്ള സാധാരണക്കാരോട് ഞാൻ ചോദിക്കട്ടെ, നിസ്കാരം ഖളാ വീട്ടണമെന്ന് എല്ലാവർക്കും അറിയാം. അത് എല്ലാവർക്കും അറിയാം. നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ ഖളാ വീട്ടണമെന്ന് അറിയാം. പക്ഷെ പഠിച്ചുപോയ ഖുർആൻ അത് മറന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത് അത് പഠിച്ചുണ്ടാക്കൽ, പ്രായപൂർത്തിയായതിന്റെ ശേഷം മറന്നുപോയ ഖുർആൻ അത് രണ്ടാമത് പഠിച്ചുണ്ടാക്കൽ നിർബന്ധമാണെന്ന് വരെ ഉണ്ട്. അത് ചിലപ്പോ അറിയാതെ പോയ പലവരുണ്ടാവും. അല്ലാഹു തആല ഏതായാലും ആ ചെറുപ്പക്കാർ ചോദിച്ചപ്പോ സാന്ദർഭികമായി സാധാരണക്കാർ അറിയേണ്ട ചില വിഷയങ്ങളും ബാധ ഉൾക്കൊള്ളിച്ച് ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു എന്ന് ഇപ്പം മനസ്സിലായി. അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ. ഇനി ഇവിടെ രണ്ടാമതൊരു ചോദ്യം വന്നത് എന്താണെന്നറിയാം. അത് നല്ലൊരു എല്ലാവരും അറിയേണ്ട പല സാധാരണക്കാരും പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ അറിയേണ്ട ഒരു ചോദ്യമാണ്. നമ്മൾ 1-2 അബുവാസിം ഉസ്താദ് എത്തിയ വിവരം പറഞ്ഞോ. അതൊക്കെ നമുക്ക് ഈ സംശയങ്ങളൊക്കെ വരാൻ കാരണം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. ഇന്നലെ അതിന്റെ ഏതെങ്കിലും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നമ്മൾ നായനെ തൊട്ടാലുള്ളൊരു മൊസ്കല പറഞ്ഞു അല്ലേ? നായനെ തൊട്ടാല് നായയും പറ്റും പഞ്ഞൊക്കെ ആയ അങ്ങനെ തന്നെയാണ്. പത്തന്നെ നമ്മളെ വായിൽ വരുന്ന വാക്ക് നായ ആയതുകൊണ്ട് ചെറുപ്പത്തിൽ അങ്ങനെ വിളിച്ച് ശീലായതുകൊണ്ട് വന്നതല്ല. അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. ചെറുപ്പത്തിൽ അങ്ങനെ നായയെ പറ്റിയെന്ന് വിളിച്ച് ശീലായതുകൊണ്ട് അങ്ങനെ നായാന്ന് തൊള്ളയിൽ വരികയല്ല. പക്ഷെ പൊതുവിൽ നമ്മുടെ വായയിൽ പെട്ടെന്ന് വരുന്നൊരു വാക്കാണ് നായ. നായായാലും പറ്റിയായാലും പന്നി ആയാലൊക്കെ വിധി അങ്ങനെ തന്നെയാണ്. ആ ഒരു മസല വന്നപ്പോ ഇപ്പൊ നമ്മളെ ഷഹീർ വൈക്കൊരാളൊരു ചോദ്യം ചോദിച്ചിരിക്കുക. എന്താ പ്രശ്നം എന്നാലും വലിയ ഇടങ്ങൾ തന്നെയാണ് ഇപ്പൊ അത്. അതായത് അദ്ദേഹത്തിന്റെ കഫീല് വീട്ടില് നായനെ വളർത്തുന്നുണ്ട്. നായനെ വളർത്തുന്നത് എങ്ങനെ? എല്ലാം സ്വന്തം മക്കളെ മാതിരി ഒപ്പം കൊണ്ടിറക്കുക. എന്നാ ഈ കഫീലിന്റെ ദൈവതാണ് ഈ വ്യക്തി. നമ്മൾ KMIC ക്ലാസ് ഒക്കെ കേൾക്കുന്നപ്പോ ആ വിഷയം പറഞ്ഞപ്പോഴപ്പോ അയാളാകെ ടെൻഷൻ അയക്കുന്നതാണ്. അതായത് സ്വന്തം മക്കളെ കൊണ്ടിറക്കുമ്പോൾ ഏതെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു കാറിൽ തന്നെ നായനെ ഇരുത്തുക. ചോറ് കഴിച്ചാണെങ്കിൽ കുട്ടികളെ ഇരുത്തും പോലെ മതിയിൽ ഇരുത്തിയിട്ട് ചോറ് കൊടുക്കാത്ത എന്താ അപ്പൊ ചെയ്യുക? ഇങ്ങനെ ആവുമ്പോ ഈ ദൈവ വിധിപ്പ് എന്താവും എന്നുള്ളതാണ്. ഇപ്പൊ ഷഹീർ പതിന് ചാച്ചല്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ വകയായിട്ട് പോകുന്നത് ഷഹീറാണ്. ഇങ്ങനെ ഉസ്താദിന്റെ ക്ലാസ് കേട്ട് ഷഹീറും ഞാനൊരു കണ്ടിട്ടുണ്ട്. നമ്മളവരെ ശ്രദ്ധിക്കണം. അവർക്കിപ്പോ വേറെ ഏതെങ്കിലും മദ്ഹബ് പ്രകാരം നായ ശുദ്ധിയുള്ളതാണെന്നോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നനയാത്ത രൂപത്തിലൊക്കെ ആണെങ്കിൽ ഓക്കെ. നനവും കാര്യക്കും വന്നാല് സീറ്റില് നായയുടെ ശരീരത്തിൽ നനവുണ്ട്, ഈ സീറ്റിലും നനവുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ശരീരത്തിൽ നനവുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോ അതിന്റെ മസാലകൾ നമ്മൾ ശ്രദ്ധിക്കണം.
ഭക്ഷണം കഴിക്കുമ്പോഴും കാര്യങ്ങൾക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിപ്പോ നമ്മളിന്ന് അതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, പല സ്ഥലത്തുണ്ട് കേരളത്തിലൊക്കെ. ഈ നായനെ വളർത്തുമ്പോ പലപ്പോഴും സ്വന്തം അതിനൊരു പ്രത്യേക പേരൊക്കെ ഇട്ടിട്ടുണ്ടാവും. മക്കൾക്ക് പേരിടും പോലെ പേരൊക്കെ ഇട്ടുങ്ങാണ്ട് നായനെ പൂച്ചനൊക്കെ വളർത്തുന്നവര്. പക്ഷെ നമ്മൾ ആ മസാലകളൊക്കെയും നമ്മൾ ആ വീട്ടിൽ പെരുമാറുമ്പോ പ്രത്യേകം നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ നജസാകുന്ന രൂപമുണ്ടെങ്കിൽ ഷാഫി മദ്ഹബ് പ്രകാരം നായ നജസാണ്. പക്ഷെ നായ നജസാവണമെങ്കിൽ എന്ത് വേണം? നനവുണ്ടാവണം. ഒന്നിരിക്ക നായയുടെ ശരീരത്തിൽ നനവ് വേണം, അല്ലെങ്കിൽ സ്പർശിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ സ്പർശിക്കുന്ന തൊടുന്നവന്റെ ശരീരത്തിൽ നനവുണ്ടെങ്കിൽ അത് നജസാവും. പക്ഷെ അത് ഇന്നലെ പോരാള് പറഞ്ഞ, ഏതായാലും ഞാനിപ്പോ ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും ഞാൻ 1-2 ദിവസം മുന്നേ ഒരു വിഷയം പറഞ്ഞു, അതും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. പലവർക്കും ആവശ്യമുള്ളൊരു ചോദ്യം തന്നെയാണ്. അതായത് നമ്മൾ ഈ ദുർസ്വപ്നം കാണുകയെന്ന് പറഞ്ഞപ്പോ, മാഷാ അല്ലാഹ്, ഞെപ്പയിലേക്ക് കടക്കുന്നില്ല. ഈ ദുർസ്വപ്നം കാണുകയെന്ന് പറഞ്ഞപ്പോ പലർക്കും ഇഷ്കാലായിട്ടുണ്ട്. ഉറക്കത്തിൽ പല സ്വപ്നങ്ങളും കാണും, പക്ഷെ നേരം വെച്ചാൽ ശരീരത്തിൽ ഒന്നും കാണൂല. അപ്പൊ കുളിക്കണോന്നാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്ത നാളെ വെള്ളിയാഴ്ചയാണ്, അല്ലെങ്കിൽ മറ്റന്നാ കേൾക്കാം. ദുർസ്വപ്നം എന്ന് പറഞ്ഞപ്പോഴാണ് പലർക്കും ആ ഇഷ്കാല് വന്നിട്ടുള്ളത്. പലതും ഇങ്ങനെ കാണുന്നു. എന്നാ നേരം വെച്ചാലോ ശരീരത്തിൽ അങ്ങനത്തെ അതിൻ്റെതായ അടയാളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കുലി പോലത്തെ ചില ചോദ്യങ്ങളാണ്. അള്ളാഹു തആല സംശയം തീർക്കാനും വായയിൽ വെള്ളം മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റുന്ന സ്വഭാവങ്ങളൊക്കെയും നമ്മുടെ ഒളൂയിലേക്ക് തിരിച്ചു വന്ന കാരണം അനാവശ്യമായ സ്വപ്നം കാണലിനെ തൊട്ടും ഖൽബിൽ നല്ല ചിന്ത വരാനൊക്കെ അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ബാക്കി ഇൻഷാ അള്ളാഹ് തുടരും. അബുവാസിം ഉസ്താദിനെ ആദരപൂർവ്വം മൈക്കയിലേക്ക് ക്ഷണിക്കുന്നു. അബുവാസി ഉസ്താദെ, ഞാനൊരു മസ്തല ഇവർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരം കളാവൂത്തണം എന്ന് എല്ലാവർക്കും അറിയാം, നോമ്പ് കളാവൂത്തണം എന്ന് എല്ലാവർക്കും അറിയാം. ഖുർആൻ പഠിച്ചതും മറന്നുപോയാൽ രണ്ടാമത് പഠിക്കണമെന്ന് സാധാരണക്കാർക്ക് ഒറ്റ കുട്ടിക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ സാധാരണ ചെയ്യുമ്പോ അത് കേൾക്കുന്നവർക്ക് സാന്ദർഭികമായി പല സംശയങ്ങളും ഉണ്ടാകും. അതിലൊരു 4-5 ആളുകൾ ഒരു റൂമിലുള്ള, നമ്മുടെ UAE നിന്നാണെന്ന് പറഞ്ഞു ഉള്ള ഒരു 4-5 ആളുകൾ, അൽഹംദുലില്ലാ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം നാടുകളിലൊക്കെയും പല ജോലികളുമായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ ഗൾഫിലെത്തി പല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുമായി ഞങ്ങളൊക്കെ ബന്ധപ്പെട്ടു. ഇപ്പോൾ ICF-ന്റെയും RSCയുടെയും കീഴിൽ നടക്കുന്ന പല ആത്മീയമായ സദസ്സുകളിലും പങ്കെടുക്കുകയും പല ഉസ്താദന്മാർ